ഐഡന്റിറ്റി അടിപൊളിയായിരുന്നു. സ്റ്റൈലിഷ് മേക്കിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സീരിയസ് ത്രില്ലറാണ്. സ്റ്റാർട്ടിങ് മുതൽ എന്താ പറയുക, ഒരു ഇൻട്രോയിൽ വരെ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് വന്ന് സെക്കൻഡ് ഹാഫിന് ശേഷം കുറച്ച് ഓവർ കൺഫ്യൂസിംഗ് പോലെ തോന്നിയെങ്കിലും ക്ലൈമാക്സ് നല്ല രീതിയിൽ പ്ലേസ് ഉണ്ടായിരുന്നു. എടുത്തു വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടത് ജെയ്സ്ലിയുടെ BGM. ഒരു സീൻ അലോവേറ്റ് ചെയ്യാൻ 60% സ്ക്രീൻ കഴിഞ്ഞുണ്ടെങ്കിൽ ബാക്കി ഒരു 30% അല്ലെങ്കിൽ 90% എത്തിക്കാൻ BGMത്തിന് വളരെയധികം അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി നൈസ് ആയിരുന്നു. ലാസ്റ്റ് 20 മിനിറ്റ്സ് ഒരു ഫ്ലൈറ്റ് സീക്വൻസിലൊക്കെ ആക്ഷൻ സീക്വൻസ് മലയാള സിനിമയിൽ പൊതുവേ കണ്ടുവരാത്തത് സംഭവം. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റാഫിൽ കൺവിൻസിങ് രീതിയിൽ CG ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഗുഡ്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു സ്റ്റൈലിഷ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. തൃഷയുടെ മാത്രം ക്യാരക്ടർ ഒന്നും ചെയ്യാത്ത പോലെ തോന്നിയായിരുന്നു. ബാക്കി ടോവിനോസ് ഗുഡ് ജോബ്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് പൈസ വസൂൽ മൂവി. മാർക്കോ ഒരു ആക്ഷൻ ഓറിയന്റഡ് കംപ്ലീറ്റ്ലി വയലൻസ് മൂവിയാണല്ലോ. ഒരു ത്രില്ലർ അല്ല അത്. ഇതൊരു പക്കാ ത്രില്ലർ മൂവി. അതിനകത്തും ആക്ഷൻസ് ഉണ്ട്. സോ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യണതാണ്. പിന്നെ മാർക്കോ ഹാസ് ഡൺ അല്ലേ, ഒരു 3 to 4 weeks 2 weeks ആയില്ലേ. സോ ഐ തിങ്ക് വയലൻസ് ആവശ്യം പോലെ ഉണ്ടായെന്ന് പറയണ്ടത്. വയലൻസ് നമുക്കിപ്പോ മാർക്കോ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു വയലൻസ് ആയിട്ട് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഭയങ്കര വയലൻസിന് വേണ്ടി വയലൻസ് ചെയ്യാത്ത അങ്ങനെ തോന്നിയില്ല. ഇല്ല, അത്ര വയലൻസ് ഒന്നുമില്ല സീരിയസ്ലി. നമ്മളിപ്പോ മാർക്കോ കണ്ടോണ്ടാണെന്ന് അറിയില്ല, ആ രീതിയിലുള്ള ഹെവി വയലൻസോ ഒന്നും ഇല്ല. ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റുമോ? ഫാമിലിയല്ലേ കയറുന്നത്. ഫാമിലിക്ക് ഇപ്പൊ എല്ലാ മൂവീസ് ഇഷ്ടമാണല്ലോ. വയലൻസ് ഇപ്പൊ അങ്ങനെ ഫാമിലി കയറുന്നില്ല, അങ്ങനെ ഇതില്ലല്ലോ. മാർക്കോ ഇപ്പൊ ഹിറ്റ് അടിക്കാൻ കാരണം യൂത്ത് കൊണ്ട് മാത്രമല്ല, ഞാൻ കണ്ടപ്പോഴൊക്കെ എന്റെ കൂടെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് തിങ്ക് വയലൻസ് ഇസ് നോട്ട് എ ഫാക്ടർ സിനിമ ആണെങ്കിൽ. മേക്കിംഗ് വൈസ് ദിസ് ഇസ് ഓൾസോ ഗുഡ്. ഐഡന്റിറ്റി ഫോറൻസ് ടീം ഒന്നിക്കുന്ന ഒരു പടമാണ്. അതാണ് എൻ്റെ ഈ പടത്തിന് ഹൈലൈറ്റ് എന്ന് തോന്നുന്നത്. പിന്നെ ടോവിന തൃഷ ജോഡി അങ്ങനെ കണ്ടിരിക്കുന്ന ഒരു രസമുണ്ട്. സ്ക്രീൻ പ്രസൻസ് ഒക്കെ, വിനയുടെ ആക്ടിങ് സ്റ്റൈല്, പുള്ളി ചെയ്തിരിക്കുന്ന ആ ഒരു വേ ഓഫ് ആക്ടിങ് സ്റ്റൈൽ തന്നെയാണ് അത്. പക്ഷെ രസമുണ്ട്, ഭയങ്കര ഒരു വില്ലനിസ് സ്റ്റൈല് പടത്തിൽ വരുന്നുണ്ട്. ഡയറക്ഷനും സ്റ്റണ്ട് കൊറിയോഗ്രാഫിയൊക്കെ നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ടോട്ടലി പറയുകയാണെന്നുണ്ട് ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ലെങ്ത് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് പടത്തിൽ തോന്നിയിട്ടുള്ളത്. ടോവിനോ ക്യാരക്ടർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷമീത് ലിയോൺ, അജു വർഗീസ് അങ്ങനെയുള്ള ആക്ടർ വരുന്നുണ്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കുക. ഐഡന്റിറ്റി 2025 തുടക്കത്തിൽ ഒരു നല്ലൊരു മലയാള സിനിമ കണ്ട ഒരു സംതൃപ്തി. ഡയറക്ടർ സംവിധായകരെ ഒന്നിച്ച ഈ ഒരു ചിത്രം നല്ലൊരു ചിത്രമായിരുന്നു. അത് അഭിനേതാക്കളുടെ പെർഫോമൻസിന്റെ കാര്യത്തിലായാലും കാസ്റ്റിംഗ് ഒക്കെ പക്ക കാസ്റ്റിംഗ് തന്നെ ആയിരുന്നു. നമ്മുടെ തൃഷ മാം ഒരു മലയാള സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു ക്യാരക്ടർ ഡബ്ബിങ്ങിന്റെ കാര്യത്തിലായാലും ചിലപ്പോൾ അന്യഭാഷയിൽ നിന്ന് വരുന്ന നടിമാർക്ക് ഡബ്ബിങ് നമുക്കൊരു അരോചകത്വം തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അങ്ങനെ ഒരു ഫീൽ നമുക്ക് തോന്നിയില്ല. ചിത്രത്തിൽ നമ്മൾ മുഴുകിയിരുന്നു പോയി. അതിൻ്റെ ഡയലോഗിൻ്റെ ആയാലും ക്യാമറ വർക്കിൻ്റെ ആയാലും സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ രീതിയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ്യൂം, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇണങ്ങി വന്നിട്ടുള്ള ഒരു നല്ലൊരു പെർഫെക്റ്റ് ചിത്രം തന്നെയാണ് ഐഡന്റിറ്റി. ടോവിനോ തോമസ്, അതേപോലെ തന്നെ വിനയ്, എല്ലാവരും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ അഭിനേതാക്കളും, ചെറിയ റോൾ ചെയ്ത എല്ലാ അഭിനേതാക്കളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അർച്ചന കവിയും അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ഇതിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം 100 കോടി ക്ലബിൽ എത്തും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. ഇത് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് അന്യഭാഷയും ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. നല്ലൊരു ചിത്രമായിരുന്നു ഐഡന്റിറ്റി. നല്ല ഒരു കോംബോ തന്നെയായിരുന്നു. ഇനിയും അങ്ങനെ ഒരു കോംബോ വരട്ടെ എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ വിനയ് നല്ലൊരു പെർഫോമൻസ്. അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിലെ കഴിവ് തെളിയിച്ചാണ്. മലയാളത്തിലേക്ക് ഇങ്ങനെ ഈ ഒരു ചിത്രത്തിൽ കാസ്റ്റ് ചെയ്ത ആ ഒരു രീതി നല്ല ഒരു അദ്ദേഹത്തിന്റെ റോളിനെ കുറിച്ച് പറയുന്നില്ല, നല്ല അടക്കത്തോടുകൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു കഥാപാത്രവും വെറുതെ എന്ന് തോന്നുന്നില്ല. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾക്ക് ഓരോ നിമിഷവും കണ്ണിമ വെട്ടാതെ നമ്മൾ കണ്ടിരുന്നു പോകുന്ന ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് ഐഡന്റിറ്റി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ടിക്കറ്റ് എടുത്ത് കാണാം. അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. വയലൻസ് ഉള്ള ചിത്രങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം തിരഞ്ഞെടുക്കേണ്ടത് പ്രേക്ഷകരാണ്. പക്ഷേ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാശ് പോയെന്നോ അല്ലെങ്കിൽ കൊള്ളില്ല എന്നുള്ളത് അങ്ങനെ പറയുന്ന ഒരു ഗതി വരില്ല.
തീർച്ചയായിട്ടും 2025 തുടക്കത്തിൽ നല്ലൊരു ചിത്രം കണ്ട ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പു നൽകുന്നു. നല്ലൊരു ചിത്രം.